ഒരു മാസത്തേക്ക് PCO മരുന്ന് എഴുതി ഇനി കൺസീവ് ആവണം ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഐ വിൽ ബിക്കം ഓൾ റൈറ്റ്. നോ, ഇറ്റ്സ് ലൈക്ക് എ ജേർണി. കുറേ നാളത്തെ ഇപ്പം നോർമൽ BMI ഇപ്പം വെയിറ്റ് ഇപ്പം ലീൻ PCO അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒബീസ് PCO ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്തെങ്കിലും ഉണ്ട്. സോ ഒരു 90 എബോ ഒക്കെ ആണെങ്കിൽ ഹൈറ്റിനനുസരിച്ച് ഇപ്പം 160 സെന്റിമീറ്റർ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 60 kg ആക്കണം. 60 kg ആക്കാൻ പാടാണെന്ന് എനിക്കറിയാം. ഐ എം നോട്ട് സേയിങ് 60 kg ആക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ യു ഹാവ് ടു somehow actively involve yourself in some kind of weight training or weight loss management. അതെ വെയിറ്റ് ലോസ് മാനേജ്മെന്റിൽ എന്തെങ്കിലും എന്താ പറയാ ഇൻവോൾവ് ആവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് യു ഹാവ് ടു ഡെഫിനറ്റ്ലി കട്ട് ഡൗൺ യുവർ വെയിറ്റ്. ബിക്കോസ് ഇല്ല ഐ എം എ ഫുഡി സോ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കാര്യമില്ല. അത് ക്രേവിങ്സ് സപ്രസ് ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ വേറെ വഴി, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ക്രേവിങ്സ് സപ്രസ് ചെയ്യാം. ഈ PCOD ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ക്രേവിങ്സ് ആണ്. നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. എങ്ങനെ ഉണർന്നു പോയാൽ ക്രേവിങ്സ് ഉണ്ടാവും. ട്രൈ ടു ടേക്ക് യുവർ ഡിന്നർ ബിഫോർ 7 PM or 8 PM മാക്സ്. അത് കഴിഞ്ഞിട്ട് യു നീഡ് ദാറ്റ് ഹെൽത്തി ഫാസ്റ്റിംഗ് അവേഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 12 hours ഫോർ ബോഡി ടു റിലാക്സ്. അതാ ബോഡി ഒന്ന് കുറച്ചു നേരം, അതാണ് ഇല്ലാത്തത് അതാണ് ഇല്ലാത്തത്. ബോഡിക്ക് റെസ്റ്റ് എടുക്കാൻ നമ്മളൊരു സമയം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടെ കഴിച്ചുകൊണ്ടിരുന്ന ബോഡി എപ്പോഴും ഇങ്ങനെ മനസ്സിലായില്ലേ കഴിക്കുള്ളൂ എന്ന് പറയുന്നത്, കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ ക്വാണ്ടിറ്റി, പക്ഷെ ആ കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് മൊത്തം ഔട്ട് പോർ ചെയ്യുവാണ് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്. പിന്നെയും വർക്ക് കൊടുത്തോണ്ട് കുറച്ച് കഴിയുമ്പോൾ ബോഡി അങ്ങ് എക്സോസ്റ്റഡ് ആവും. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു ഓവർ നൈറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 12 hours ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യു ടു ടേക്ക് ഡിന്നർ ബിഫോർ 8 PM അറ്റ്ലീസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 12 hours ഫാസ്റ്റിംഗ് കിട്ടും. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 9 മണിക്കുള്ളിൽ കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ കുറേ പേരുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് പീപ്പിൾ. അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന്. പക്ഷേ 3 നേരം കഴിക്കണം എന്നുള്ളതാണോ അഡ്വൈസ് ചെയ്യുക? അതെ 3 നേരം കഴിക്കുകയും വേണം. 3 നേരം ഹെൽത്തി ഫുഡ് കഴിക്കണം. പ്രോട്ടീൻ, അതെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഹൈ പ്രോട്ടീൻ നമുക്ക് അതിനുള്ള പൈസ ഇല്ല അങ്ങനെയൊക്കെ പറയും. വേ പ്രോട്ടീൻ എടുക്കണം എന്നല്ലേ? അത് അങ്ങനെയുള്ളതല്ലല്ലോ നമ്മൾ പറയുന്നത്. നമുക്കിപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, സി ഇഫ് യു ആർ എ വെജിറ്റേറിയൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ കാർണിവോർ. ഓക്കെ ഞാൻ ഭയങ്കര അങ്ങനെയല്ല, പക്ഷെ എന്താ പറയാ ബൈ ബർത്ത് യു ആർ എ കാർണിവോർ. അപ്പം നമുക്ക് മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് കുറേ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. പക്ഷെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസോ അങ്ങനെ ഇലയെന്നുള്ള സെല്ലുലോസ് ആ ടൈപ്പുള്ള ഒരു പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിൽ കുറവാണ്. സ്റ്റാർട്ടിങ് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു. അങ്ങനെ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു ടേക്ക് പ്രോട്ടീൻ അതർവൈസ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഐ സേ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 times മീറ്റ് എടുക്കണം. 3 times a week എങ്കിലും അറ്റ്ലീസ്റ്റ്. പിന്നെ ഈ പ്രോട്ടീൻ വെച്ച് ഫുഡ് ഏതാണെന്നുള്ള പലർക്കും അറിയത്തില്ല. എല്ലാവരും പ്രോട്ടീൻ കേൾക്കുമ്പോൾ ഉടനെ വേറെ ഒന്നും ഇല്ലെങ്കിലും കടല, കപ്പലണ്ടി, പനീറൊക്കെ ഹൈ ടോഫു പനീർ ഭയങ്കര നല്ലത്. അതൊന്നും ആർക്കും എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് ബദാം, പിസ്ത അങ്ങനെയുള്ള വലിയ വലിയ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പ്രോട്ടീൻ കേൾക്കുമ്പോൾ. സ്പിനാച്ച് ഭയങ്കര നല്ലതാണ്. സ്പിനാച്ച് നമ്മുടെ ഐ തിങ്ക് കേരളത്തിലെ ഡയറ്റിൽ ഇല്ലെന്ന് തോന്നുന്നു സ്പിനാച്ച്. അതൊരു പ്രത്യേക തരം ചീരയല്ലേ? ഇവിടെ അതധികം വേറെ തരം ചീര ഉണ്ട്. ഈ പാലക് പനീർ എന്നൊക്കെ പറയുന്നതാണ് സ്പിനാച്ച്. അത് നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. അപ്പം അങ്ങനത്തെ സ്പിനാച്ച്, പിന്നെ അവോക്കാഡോ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇച്ചിരി കോസ്റ്റ്ലി എല്ലാവർക്കും പറ്റത്തില്ല, പക്ഷെ ഭയങ്കര നല്ലതാണ് അത്. പിന്നെ വാങ്ങി കഴിക്കാം. പിന്നെ പ്രശ്നം പിന്നെ ബെറീസ് ആണ് ഏറ്റവും നല്ലത്. ബെറീസ് നമുക്കിവിടെ കുറവാണ്. ബെറീസിന്റെ പ്രശ്നം എന്താ പറയാ, നമ്മളത് പറഞ്ഞ ആൾക്കാർ വാങ്ങിയാൽ കെമിക്കൽസ് നല്ല കൂടുതലാണ്. നമ്മൾ ഇവിടെ ഉള്ളതല്ലല്ലോ, ഇമ്പോർട്ടഡ് അല്ലേ. അപ്പൊ അതിനകത്ത് കെമിക്കൽസ് കൂടുതലുണ്ട്. അപ്പൊ അത് ഇല്ലാത്തത് കഴിച്ചാൽ ആന്റി ഓക്സിഡന്റ്സ് ഉള്ളത് ബെറീസ് ആണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ വളരുന്ന നാച്ചുറൽ, നമ്മുടെ ഇവിടെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ളത് എന്തെങ്കിലും റിസോർട്ട് ചെയ്യണം നമ്മൾ. അതൊരു വളരെ ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ പറഞ്ഞ ഇപ്പൊ കിവി കായാലും നമ്മള് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം
നല്ലതാണെന്ന് അവൈലബിലിറ്റി ആക്സസിബിലിറ്റിയും കുറവാണ് നമ്മുടെ നാട്ടിൽ, അത് കെമിക്കലി ഒത്തിരി ഉണ്ട് അതിൽ കെമിക്കൽസ്. ഇപ്പം മുന്തിരി ആയാലും ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം എന്നൊക്കെ നമ്മൾ അവരോട് പറയും. പക്ഷെ ഈ കഴിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സിലും ഒക്കെ കൂടുതൽ കെമിക്കൽ എക്സ്പോസ് കൂടുതലാണ്. മാക്സിമം ആന്റി ഓക്സിഡൻസ് കിട്ടാൻ ആക്ച്വലി നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ കേരളം എന്ന് പറയുകയാണെങ്കിൽ വി ആർ ലൈക്ക് സ്പൈസ് ഡിസ്ട്രിക്ട്, റൈറ്റ്? സോ മാക്സിമം ടെർമറിക്, സാഫ്രോൺ, ഈ സാധനങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം ഡയറ്റിൽ. എള്ള് നല്ലൊരു സപ്ലിമെന്റാ. കറുത്ത എള്ള് നല്ലതാണ് കഴിക്കുന്നത്. PCODക്ക് ആയാലും പൊതുവെ എള്ള് എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്, ഹെൽത്തിയാണ്. ആ എള്ളുണ്ട അങ്ങനത്തെ ആ രീതിയിലുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേഷനും ഒക്കെ നല്ലതാണ്. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെ ഒരു ഡയറ്റ് പാറ്റേൺ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം.